ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിനായിട്ടാണ്. അമ്പലം അടുത്താണെങ്കിലും ഓട്ടോ കിട്ടിയപ്പോൾ അതിൽ പോകാമെന്ന് വെച്ചു. ഓട്ടോ ഇറങ്ങിയിട്ട് ഒരു മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആദ്യം തന്നെ ചെരുപ്പ് സൂക്ഷിക്കാൻ കൊടുത്തു. പുറത്ത് വല്ലതും ഇട്ടാൽ പിന്നെ നോക്കണ്ട, ചെരുപ്പിൻ്റെ കാര്യം ഗുദാഹവ. അങ്ങനെ അമ്പലത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ചെറിയൊരു മേളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കുള്ള മേളം കാണണമെങ്കിൽ രാത്രി വരണം. കുറച്ചങ്ങോട്ട് മാറിയപ്പോൾ തന്നെ കുറച്ചൊരു വട്ടം കൂടി കൂല് കളിക്കുന്നുണ്ടായിരുന്നു. ആന എവിടെ നോക്കിയപ്പോൾ ദേ ആനകൾ അവിടെ നിരനിരയായിട്ട് നിൽക്കണ കണ്ടു. പിന്നെ ഒരു ആനയുടെ മുമ്പിൽ കുറച്ച് നേരം വായി നോക്കിക്കൊണ്ട് നിന്നു. ആ ആനയുടെ നോട്ടം അത്ര ശരിയല്ലാന്ന് തോന്നി. ആ മടലേത് നിമിഷവും വല്ലതും എറിഞ്ഞാലോ എന്ന് പേടിച്ച് ഞാൻ വേഗം അവിടെ നിന്ന് മാറി. അപ്പോൾ ദൂരെ എവിടെയോ ഒരു പാട്ട് കേൾക്കണ ശബ്ദം കേട്ടു. ഞാനപ്പോൾ അത് എവിടെ നിന്നാന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ്ട് അവിടെ കുറത്തിയാട്ടം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ഊട്ടുപുരയിലേക്ക് പോയി. ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കാനല്ല, അവിടെയാണ് കഥകളിയുടെ മേക്കപ്പ് നടക്കണേ. എല്ലാ വർഷവും ഞാൻ അവിടെ പോയി കുറച്ച് നേരമൊക്കെ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഥകളിയുടെ മേക്കപ്പ് ഇടുന്നത് കാണാൻ. ഈ തവണ ഒരു പെൺകുട്ടി ഒരു ചേട്ടനൊക്കെ ഇരുന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടേ. അത് കണ്ടു കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഊട്ടുപുരയുടെ മുകളിലുള്ള ഒരു ഓട്ടയിൽ കൂടി ഞാൻ നോക്കിയപ്പം ആനകൾ അവിടെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി റെഡി ആവണ കണ്ടു. പിന്നെ ഞാൻ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി. അമ്പലത്തിൽ വന്നിട്ട് ദൈവത്തിനെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുത്തെ ഇടംപേറ്റണതും എഴുന്നള്ളിപ്പൊക്കെ കാണാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അങ്ങനെ നിന്നു. എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പും എടുത്ത് ഇനി കച്ചവടക്കാരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോഴാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാളും തിരക്ക് പുറത്തുണ്ട്. തിരക്കൊക്കെ ഒരു സൈഡിൽ, നമുക്ക് പോയി കടയിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഉത്സവത്തിനൊക്കെ വന്ന സാധനങ്ങൾ ഷോപ്പ് ചെയ്യുമ്പം വേറെ തന്നെ ഒരു വൈബാണ്. അങ്ങനെ ആ വൈബും പിടിച്ച് മുമ്പോട്ടേക്ക് ഞാൻ നടന്നു. അപ്പോഴാണ് ഒരു ബജ്ജി കട ഉണ്ട്. ബജ്ജി മേടിച്ച് കഴിച്ചു. മുളക് ബജ്ജി മൈ ഫേവറേറ്റ്, അതാണ് കഴിച്ചത്. പക്ഷേ ചൂടും എരിവ് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു പോപ്കോണും മേടിച്ചു. പിന്നെ എന്തൊക്കെയോ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങൾ, ഇതൊന്നും മേടിച്ചില്ല. പിന്നെ ഞാൻ മേടിച്ചത് ഈ കമ്മലാണ്, ഈ ആനക്കുട്ടിയുടെ. പിന്നെ അവിടെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് ഞാൻ ടയേർഡായി മടുത്തു. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മേടിച്ച സാധനങ്ങളും കൊണ്ട് ഓട്ടോ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുവാണ്. നടന്ന് അങ്ങനെ ഓട്ടോ ഇടുന്ന സ്ഥലമൊക്കെ എത്താറായപ്പോൾ അവിടെയും കുറേ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. മരത്തിലൊക്കെ ഫുള്ള് ലൈറ്റായിരുന്നു. അങ്ങനെ ഓട്ടോ കിട്ടി, സന്തോഷമായി ഞാൻ വീട്ടിൽ പോയി. ബായ്.